ലോട്ടറിയാണ്, സമാന്തര ലോട്ടറിയാണ്. അതിന്റെ കേസും ഉണ്ട് ഇപ്പോ കോടതിയില്. ഇത് ലോട്ടറി അല്ല, ഇത് ചായപ്പൊടി ബിസിനസ്സാണ്. 40 രൂപയ്ക്കാണ് ചായപ്പൊടി വിൽക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ വിഹിതം ഉപയോഗിച്ചിട്ടാണ് ഈ സമ്മാനങ്ങൾ കൊടുക്കുന്നത്. സെയിൽസ് പ്രൊമോഷന്റെ ഒരു ഭാഗമാണ് ഇത്രയും. പിന്നെ ലോട്ടറി എന്ന് പറഞ്ഞാൽ, ലോട്ടറിയുടെ ഡെഫിനേഷൻ ടിക്കറ്റ് പൈസയ്ക്ക് വിൽക്കുന്നതിനെയാണ് ലോട്ടറി എന്ന് പറയുന്നത്. അത് കേരള ഗവൺമെന്റിന് മാത്രമേ വിൽക്കാൻ പാടില്ല, പ്രൈവറ്റ് വ്യക്തികൾക്ക് പാടില്ല. ഞാൻ ടിക്കറ്റ് വിൽക്കുന്നില്ല, ടിക്കറ്റ് ഫ്രീ ആയിട്ട് ഇതൊക്കെ കൊടുക്കുകയാണ്, മറ്റു സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. അത് സെക്ഷൻ 2B ആക്ട് കാര്യങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ കോടതി കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ്. പിന്നെ അതിന് ചായപ്പൊടി വൈകിട്ടാണ് കിട്ടുന്നതെന്നുള്ളത്. സാധനം തീരുമ്പോൾ വൈകിട്ട് കിട്ടുള്ളൂ. അത് കസ്റ്റമേഴ്സിനോട് പറയുന്നുണ്ട്, അതിൽ ക്ലോസ് വെച്ചിട്ടുണ്ട്, സ്റ്റോക്ക് ഉണ്ടോ കടയും എന്ന് അവൈലബിലിറ്റി ചെക്ക് ചെയ്ത് ഓഫീസിൽ വാങ്ങിയാൽ മതി, വാങ്ങണമെന്ന് നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റേതായ രീതിയിലുള്ളതാണ്. പിന്നെ എന്ത് ഇറങ്ങുമ്പോഴും പെട്ടെന്ന് അതിന്റെ ശ്രദ്ധ വരുമ്പോ, വിജയിക്കുമ്പോ ശത്രുക്കൾ കൂടുമല്ലോ. അതുപോലെ കേരള ബാങ്കുകൾക്ക് 1 രൂപയുടെ കച്ചവടം കുറഞ്ഞിട്ടില്ല. ഞാൻ അതിന്റെ കണക്കുകൾ അതിന്റെ റിപ്പോർട്ടൊക്കെ നോക്കുമ്പോ കേരള ബാങ്കുകൾ അത് അതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. ഇത് ചായപ്പൊടി വാങ്ങുന്നവര് നമ്മുടെ ബ്രാൻഡിലുള്ള സാധനം വാങ്ങും. നല്ലൊരു ആണ്, ടേസ്റ്റ് ഉണ്ട്. അപ്പോ ഈ ബ്രാൻഡ് വാങ്ങും. മറ്റ് ബിസിനസ്സുകൾ ആശ്രയിക്കാതെ, റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ജ്വല്ലറി ആശ്രയിക്കാതെ ഈ ചായപ്പൊടിയിൽ നിന്ന് തന്നെ ഈ പ്രൈസ് കൊടുക്കാനുള്ള ഇതുണ്ടാവും. ഇപ്പൊ നഷ്ടത്തിലാണ്, കോടികളും നഷ്ടത്തിലാണ്. കൈനിരക്കൊക്കെ തുടങ്ങിയിട്ടല്ലോ ഉള്ളൂ. ഇതൊക്കെ ഒരു 6 മാസം 1 വർഷം എടുത്തുള്ള ബ്രേക്ക് ഈവനാണ്. ഇതൊക്കെ വേണം ലാഭം ഉണ്ടാവും. കച്ചവടം തുടങ്ങിയ വഴിക്കൊന്നും പറഞ്ഞ ലാഭം കിട്ടില്ല. ഒരു അട്രാക്ഷൻ കസ്റ്റമർ ബേസ് അത് കിട്ടുന്നുണ്ട്, സ്വീകാര്യത കിട്ടുന്നുണ്ട്. പക്ഷേ ലോട്ടറിക്കാര് അനാവശ്യമായി പേടിക്കുകയാണ്, ഞങ്ങളുടെ കച്ചവടം പോകുന്നുള്ള ടെൻഷനാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ സത്യത്തില് അതിന്റെ കണക്ക് നോക്കി ഒന്നും പറഞ്ഞിട്ടില്ല, കൂടിയിട്ടുള്ളൂ. ഞാൻ ഈ 15-ാം തീയതി തുറന്നു. അതിനു മുമ്പ് ഉള്ള റിപ്പോർട്ടുണ്ട്, ഇപ്രാവശ്യം ചൂട് കാരണവും മറ്റു പല കാരണങ്ങളും 10 കോടി രൂപയാണ് സെയിൽസ് കൊടുത്തത് ലോട്ടറി കേരളമായിട്ട്. ഞാൻ തുറന്നതിന് മുമ്പാണ്. ഇപ്പൊ നോക്കിയപ്പോ ഫുള്ള് വിറ്റ് പോകുന്നുണ്ട്. ഞാൻ തുടങ്ങിയിട്ട് പ്രചാരം കൂടി ലോട്ടറി. അതാണ് ഗോത്രവിഭാഗം കുട്ടികൾക്കാണ്, അതുപോലെ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള അവരുടെ പാരന്റ്സിന്, മക്കൾക്ക്, ന്യൂ ബോൺ ബേബീസ്. അത് ഞങ്ങള് തിരുപ്പൂര് ബോച്ചെ ഗാർമെന്റ്സ് ഫാക്ടറി ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് എല്ലാ ബിസിനസിന്റെയും ലാഭത്തിന്റെ ഒരു വിഹിതം പൈസയായിട്ടും അല്ലെങ്കിൽ അതിന്റെ മെറ്റീരിയൽ ആയിട്ടും കൊടുക്കാറുണ്ട്. അപ്പൊ പല സ്ഥലത്ത് ഇതുപോലെ ചെയ്തു വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മാനന്തവാടിയിലും ഡ്രസ് ഫസ്റ്റ് കിസ് എന്ന ബ്രാൻഡിലാണ് ഈ ഡ്രസ്. അതുകൊണ്ട് മാനന്തവാടിയിലെ കുട്ടികൾക്ക് ഫസ്റ്റ് കിസ് കൊടുക്കാൻ ആദ്യത്തെ കൊടുക്കാൻ വന്നതാണ്. ഫസ്റ്റ് കിസ് എന്നുള്ള ബ്രാൻഡാണ്. അനിലിന്റെ എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ ഞാൻ അങ്ങനെയല്ല. വയനാടിന്റെ ബോച്ചേട്ടി ലക്കി ഡ്രോ ബിസിനസിന്റെ മാസ്റ്റർ ഫ്രാഞ്ചൈസി ഓണറാണ് വയനാടിന്റെ. അദ്ദേഹത്തിനെയാണ് ഈ ഫ്രാഞ്ചൈസി കണ്ടവരൊക്കെ ബന്ധപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഉദ്ഘാടനങ്ങൾ ഉണ്ടായിരുന്നു വയനാട്ടിലെ 5-6 ബോച്ചെ പാർട്ണറിന്റെ ബ്രാൻഡിൽ, ബോച്ചെ പാർട്ണർ എന്ന ബ്രാൻഡില് ബോച്ചെ ഫ്രാഞ്ചൈസി കടകളാണ്. അത് ചായപ്പൊടി വാങ്ങുമ്പോൾ 40 രൂപയ്ക്ക് ഫ്രീ ആയിട്ടൊരു ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടും. ദിവസേന രാത്രി നറുക്കെടുപ്പാണ് 10:30. അതില് എല്ലാ ദിവസവും 10 ലക്ഷം രൂപ സമ്മാനം, 704 പേർക്ക് ക്യാഷ് പ്രൈസ്, 25 കോടി ബമ്പർ പ്രൈസ്. ഇതാണ് അട്രാക്ഷൻ. അതുകൊണ്ട് ചൂടപ്പം പോലെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്ക് എല്ലാ ദിവസവും തീരുകയാണ്. അത് സ്റ്റോക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പേർക്ക് പെൻഡിംഗ് ആണ്. തരുന്ന നോക്കി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടനം ഈ ചാരിറ്റി പ്രവർത്തനമൊക്കെ ആയിട്ട്